നമ്മുടെ കേരളം ഇന്നത്തെ നിലയിൽ രൂപം കൊള്ളുന്നതിൽ വഹിച്ച പങ്ക്, ആ ഭാഗമാണ് പുന്നപ്ര-വയലാർ സമരവുമായി ഇഴചേർന്ന് നിൽക്കുന്ന VS-ൻ്റെ ജീവിതം. പുന്നപ്ര-വയലാർ സമരസേനാനികളാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഐക്യ കേരളം യാഥാർത്ഥ്യമാകണമെന്ന നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ മോഡൽ എന്ന പൊതുന്യായത്തിലൂടെ രാജഭരണത്തെ നിലനിർത്തി കൊണ്ടുപോകലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനെയാണ് പുന്നപ്ര-വയലാർ സമരസേനാനികൾ ശക്തമായി എതിർക്കുന്ന നിലയുണ്ടായത്. ആ ഐതിഹാസികമായ സമരവുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് VS-ൻ്റെ ജീവിതം. അദ്ദേഹത്തിന് ദീർഘകാലം ഒളിവിൽ കഴിയേണ്ടതായി വന്നു. ഒളിവിൽ കഴിയുക മാത്രമല്ല, അനേക വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജയിലിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ബോധം നഷ്ടപ്പെടും വരെ ലോക്കപ്പിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിക്രൂരമായ ബയനറ്റ് പ്രയോഗമടക്കം അദ്ദേഹത്തിന് നേരെ നടന്നു എന്നതാണ് ലോക്കപ്പിലെ ഭീകരതയുടെ സാക്ഷ്യപത്രമായി നിൽക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ തളർത്താനായില്ല എന്നതാണ് പ്രത്യേകമായി നാം ഓർക്കേണ്ട കാര്യം. അതിലൂടെയെല്ലാം കൂടുതൽ കരുത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യത്തിൻ്റെ പ്രതീകമായി VS മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലുമായി ബന്ധപ്പെട്ട് ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ അന്നുണ്ടായ നയപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോരാൻ തീരുമാനിക്കുന്നത്. അതാണ് CPIM രൂപീകൃതമാകുന്നതിന് അടിത്തറയിട്ടത്. CPIM-ൻ്റെ സ്ഥാപക നേതാക്കളിൽ അവസാനത്തെ ആളാണ് ഇപ്പോൾ VS വിട പറഞ്ഞതോടെ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത്. CPIM-ൻ്റെ പ്രവർത്തനത്തിൽ CPIM-നെ CPIM-ആയി വളർത്തിയെടുക്കുന്നതിൽ അതുല്യമായ പങ്കാണ് സഖാവ് VS-ഉം വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ഏടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. നിയമസഭാ പ്രവർത്തനം വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. ആ നിയമസഭാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു നേതാവിനെയാണ് കേരളം ദർശിച്ചത്. എന്നാൽ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവാർന്ന ഘട്ടം വരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടമാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓടിയെത്തി ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടുകയും തുറന്നു കാണിക്കേണ്ടതിനെ
തുറന്നു കാണിക്കുകയും എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് VS-ലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്.